ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ 10th പ്രിലിംസിന്റെ സ്റ്റേജ് 2 പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ അതിൽ വന്ന SCRT ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഏകദേശം 50ഓളം ചോദ്യങ്ങൾ SCRTയിൽ നിന്ന് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ നമ്മൾ ഏതാ ചാപ്റ്റർ ഒന്നും പറയുന്നില്ല, ചാപ്റ്റർ ഒക്കെ നിങ്ങൾ കണ്ടെത്തുക. നമ്മൾ അതിന്റെ ഡീറ്റെയിൽസും അത് ഏതാണ് എന്ന് മാത്രം ഇവിടെ പറയുകയാണ്. അതായത് 8, 9, 10 ചാപ്റ്ററുകൾക്ക് പ്രാധാന്യം കൊടുക്കുക. അതിൽ 6ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും ചാപ്റ്ററുകൾ കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാൽ, കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് ആരാണ് എന്നാണ്. ഇതിന്റെ ഉത്തരം നമുക്ക് VT ഭട്ടതിരിപ്പാടാണെന്ന് അറിയാം. അപ്പൊ അത് നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നിട്ടുണ്ട്. അതായത് നമ്പൂതിരി സമുദായത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന അസമത്വത്തിനും വിവേചനത്തിനുമെതിരെ ആ സമുദായത്തിൽ തന്നെയുള്ള VT ഭട്ടതിരിപ്പാട്, MR ഭട്ടതിരിപ്പാട് മുതലായവർ നടത്തിയ പ്രവർത്തനങ്ങൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. VTയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, കണ്ട, VTയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്. പ്രേംജിയുടെ ഋതുമതി, ഇങ്ങനെ ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഈ ഒരു ചോദ്യം നമുക്ക് വന്നിരിക്കുന്നത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നമുക്ക് ഇവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റൊന്ന്, കാരക്കോറം പർവ്വതനിരയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. കാരക്കോറം പർവ്വതനിരയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയായാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. ഇതിൽ 1ഉം 3ഉം ആണ് ശരി, 2 തെറ്റാണ്. ഇതിൽ ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്ന പാഠഭാഗത്ത് പറയുന്നുണ്ട് എന്താണ്, കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ ചേർന്നാണ് ട്രാൻസ് ഹിമാലയ. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരകളിലാണ്. ഓക്കെ, ഈ ഒരു ഉത്തരം ശരിയാണെന്ന് നമുക്ക് ഇവിടെ തെളിഞ്ഞു. പിന്നെ ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാശരി ഉയരം 6000 മീറ്റർ ആണ്. പിന്നെ നമുക്ക് ഇതിന്റെ മാപ്പ് നോക്കാൻ, കാരക്കോറം ഈ ഒരു ഇതിൽ ഇങ്ങനെ കൈലാസ് റേഞ്ച് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിൽ തുടർച്ചയാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ആ മാപ്പ് കൂടി പഠിച്ചു വേണം നമ്മൾ പോകാൻ വേണ്ടി. ഇവിടെയാണ് പാമീർ നോട്ട് വരുന്നത്. ഓക്കെ, ഇത് കാരക്കോറം, ഇത് ലഡാക്ക്, ഇത് സസ്കർ, ഗ്രേറ്റ് ഹിമാലയ, പീർ പാഞ്ചാല്, അതുപോലെ ഷിപ്കില വരുന്നത് ഇവിടെയാണ്. ടിബറ്റിനെയും അതുപോലെ നമ്മുടെ ഹിമാചൽ പ്രദേശിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഷിപ്കില വരുന്നുണ്ട്. ബാരാലച്ചില പാസ്, ഇങ്ങനെ പല കാര്യങ്ങളും ഇവിടെ കടന്നു വരുന്നുണ്ട്. നമ്മുടെ നദികൾ, അതായത് എന്താണ്, സിന്ധു നദിയുടെ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നുണ്ട്. ഇതൊക്കെ മാപ്പ് നോക്കിയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ഉപദ്വീപിയൻ നദികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇവിടെ നിങ്ങൾ ഒന്നാമത്തെ പ്രസ്താവന, നർമ്മദാ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്നാണ്. കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് ശബരി, ഇന്ദ്രാവതി. ഉപദ്വീപിയൻ നദികൾക്ക് അപരദന തീവ്രത താരതമ്യേന കുറവാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഒന്നാമത്തെ നർമ്മദാ നദി ഈ ബോക്സിൽ കൃത്യമായി പറയുന്നുണ്ട്. ഏതാണ്? മൈക്കല നിരകൾ, ഛത്തീസ്ഗഡിലെ മൈക്കല നിരകൾ എന്ന് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ശബരി, ഇന്ദ്രാവതി, ഇവിടെ നോക്കുക നിങ്ങൾ, ഇന്ദ്രാവതി, ശബരി ഏതാണ്? ഗോദാവരി നദിയുടെ എന്താണ് പ്രധാന പോഷക നദികളാണ്. അപ്പൊ 1 ശരിയാണ്, 2 തെറ്റാണ്. 2 തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും. 1, 2 ശരി കട്ട് ചെയ്യാം, 2, 3 ശരി, ഇവയെല്ലാം ശരി കട്ട് ചെയ്യാം. ഇവിടെ 1ഉം 3ഉം എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക്, മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അടുത്ത, ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖല ഏതാണ്? ഇതിൽ ആ ഇരുമ്പയിര് മേഖലയുമായി ബന്ധപ്പെട്ടതിൽ തന്നെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒഡീഷ, സുന്ദർഗഡ് എന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തിൽ തന്നെ ഒഡീഷ, സുന്ദർഗഡ്, മയൂർഭഞ്ച്, ജാർ എന്ന് കൊടുത്തിട്ടുണ്ട്. സിംഗ്മ വരുന്നത് എവിടെയാണ്? ജാർഖണ്ഡിലാണ്. അതുപോലെ എന്താണ്, ഷിമോഗ കർണാടകയിലാണ്. നീലഗിരി തമിഴ്നാട്ടിലുമാണ്. ഈ ഒരു കാര്യം ഇവിടെ കൃത്യമായി തന്നെ മനസ്സിലാക്കാം. ഈ ഒരു ബോക്സ് പഠിച്ച ഒരാൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അടുത്ത, ദേശീയ ജലപാത NW3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം. അത് ഇതില്ലെങ്കിൽ പോലും നമുക്കറിയാം, എങ്കിലും ഇതാ ദേശീയ ജലപാത 3 കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. ഇപ്പൊ അത് കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം. അത് അതിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബോക്സ് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും നമുക്ക് കിട്ടും. മറ്റൊന്ന്, ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയമായ റാവത്ത്ബട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയങ്ങൾ ചുവടെ എന്ന് പറഞ്ഞതിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. റാവത്ത്ബട്ട രാജസ്ഥാൻ, താരാപൂർ മഹാരാഷ്ട്ര, കൽപ്പാക്കവും കൂടംകുളവും തമിഴ്നാട്, കൈഗ കർണാടകം, കക്രപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ് കൃത്യമായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത, ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം ഏതാണെന്നാണ്. നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രമായ സുലഭ് സമാചാറിൽ വന്ന വാർത്തയാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോ എന്താണ് സുലഭ് സമാചാർ? ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രമാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ റാബി വിള അല്ലാത്തത് ഏത്? നമ്മുടെ പാഠപുസ്തകത്തിൽ ഇതാ 3 എണ്ണത്തിനെയും കുറിച്ചും കൊടുത്തിട്ടുണ്ട്. ഖാരിഫിനെയും റാബിയും സയ്യിദിനെയും കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഇതാ റാബി വിള ഗോതമ്പ്, പുകയില, അതുപോലെ കടുക്, പയർവർഗ്ഗങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഇവിടെ പരുത്തിയാണ് അല്ലാത്തത്. പരുത്തി ഏതാണ്? പരുത്തി ആദ്യത്തെ ഖാരിഫിലാണ്. ഓക്കെ,
അടുത്തത് ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏതാണ്? ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഇവിടെ കൃത്യമായി തന്നെ ഷിപ്കിലയാണ്. ഈ ഉത്തരം തെറ്റാണ്. ഷിപ്കിലയാണ്. ഷിപ്കില എന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഷിപ്കില. ഈ ഒരു നമ്മുടെ ഉത്തരപർവ്വത മേഖലയിലെ ചുരങ്ങൾ എന്ന് പറയുന്നതിൽ ലിപ്പുലേക്ക്, ഷിപ്കില, സോജില, നാഥുല എന്നിങ്ങനെ പറയുന്നുണ്ട്. സിക്കിമിനെയും ടിബറ്റിനെയാണ് നാഥുല ബന്ധിപ്പിക്കുന്നത്. അടുത്തത് എന്താണ്? ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമരരീതി എടുത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ. ഇതും നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെ സ്വരാജ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അത് ഒന്ന് വിട്ടുപോയതാണ്. നമ്മുടെ പാഠപുസ്തകത്തിൽ കൃത്യമായി ഇതും എന്താണ് സ്വരാജ് പാർട്ടിയെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത് സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 1914 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവെയാണ്. DK കാർവെ ഇവിടെ പറയുന്നുണ്ട്. 1914 DK കാർവെ മഹാരാഷ്ട്രയിൽ ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. ഇതിവിടെ പറയുന്നുണ്ട്. അതിൽ നിന്നാണ് ഈ ചോദ്യം എടുത്തിരിക്കുന്നത്. പിന്നെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരായിരുന്നു? അഭിനീന്ദ്രനാഥ് ടാഗോറാണ്. ആദ്യത്തെ വിരചനയിൽ കൊടുത്തിട്ടുണ്ട്. ബംഗാളി ചിത്രകാരനായ അഭിനീന്ദ്രനാഥ് ടാഗോർ സ്വദേശി സമരകാലത്ത് വരച്ച ജലച്ചായ ചിത്രമാണിത്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആഹാരം, വസ്ത്രം, വിജ്ഞാനം എന്നിവ നൽകുന്ന ഭാരതമാതാവിനെയാണ് അദ്ദേഹം ചിത്രീകരിച്ചിട്ടുള്ളതെന്ന് അവിടെ പറയുന്നുണ്ട്. അതുപോലെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്ന വർഷം. അത് നോക്കുക നിങ്ങൾ. വർത്തമാന പത്രങ്ങളുടെ ശക്തി മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെന്റ് അവയെ നിയന്ത്രിക്കാൻ പല ശ്രമങ്ങൾ നടത്തി. അതിൽ പ്രധാനപ്പെട്ടതാണ് 1878 ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയ പ്രാദേശിക ഭാഷാ പത്ര നിയമം അഥവാ വെർനാക്കുലർ പ്രസ് ആക്ട്. കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യ സ്വാതന്ത്ര്യ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണെന്ന് അത് നമ്മൾ ആദ്യ വോട്ടർ നെഗി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ 1951 ഒക്ടോബർ 25 അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. 52 ഇതിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് പറയുന്നുണ്ട്. 51, 52 ഓക്കെ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റ് അംഗങ്ങളും ആരെല്ലാമായിരുന്നു? എന്താണ് കൃത്യമായി പറയുന്നുണ്ട്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഫസൽ അലി ആയിരുന്നു ഈ കമ്മീഷന്റെ അധ്യക്ഷൻ. HN കുൻസ്രു, മലയാളിയായ KM പണിക്കർ എന്നിവരെ അംഗങ്ങളായിരുന്നു. ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു കൃത്യമായിട്ട് ആ ഒരു പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇത് അങ്ങനെ ഈ ഒരു ഫോട്ടോ അടക്കം കൊടുത്തിട്ടുണ്ട്. ആ ഫോട്ടോയിലെ പേര് അങ്ങനെ ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു എന്നങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അടുത്തത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കുണ്ടറ വിളംബരം, വൈക്കം സത്യാഗ്രഹം, മാപ്പിള ലഹള മലയാള മെമ്മോറിയലിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വൈക്കം സത്യാഗ്രഹം നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്, മലബാറുണ്ട്, കുണ്ടറയുണ്ട്, അതുപോലെ തന്നെ എന്താണ് മലയാളി മെമ്മോറിയലൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ പര്യവേഷണങ്ങളെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതാ? 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. 1969 ISR രൂപീകരിച്ചു. ഇന്ത്യയിൽ ആദ്യ റോക്കറ്റ് വിക്ഷേപണാനന്തരം വിശാഖപട്ടണത്ത് ആരംഭിച്ചു. 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും എന്ന് പറയുന്ന ഒരു ഏരിയയിൽ തന്നെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. 1969 ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരണത്തോടെയാണെന്ന്. ഇന്ത്യയിൽ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണാനന്തരം തുമ്പയിലാണ് എന്ന് പറയുന്നുണ്ട്. 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു എന്ന് പറയുന്നു. 1962 വിക്രം ശ്രമഫലമായി ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി എന്നും പറയുന്നുണ്ട്. എല്ലാ പോയിന്റും ഈ ഒരു ഏരിയയിൽ തന്നെ ഉണ്ട്. പിന്നെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മസമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ബ്രഹ്മസമാജ രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്ന ഒരു ഏരിയയിലും, അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു ഏരിയയിലും പറയുന്നുണ്ട് ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുക. ഒന്നാമത്തെ പോയിന്റ് അങ്ങനെ തന്നെയുണ്ട്. എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക, സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുക, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക, വിധവാ പുനർവിവാഹം നടപ്പിലാക്കുക, ശൈശവ വിവാഹം, അതുപോലെ തന്നെ പൗരോഹിത്യ മേധാവിത്വം അവസാനിപ്പിക്കുക, സതി എന്ന ദുരൂപം ശക്തമായി എതിർത്ത നേതാവാണെന്ന് കൂടി പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ 1, 2, 3 ആണെന്ന് മനസ്സിലാവും. ഓക്കെ. അടുത്തത് സ്വാതന്ത്ര്യാനന്തരയുടെ ഭാഗമാകാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? 4 അത് ഇവിടെ തന്നെ പറയുന്നുണ്ട്. നാട്ടുരാജ്യങ്ങളുടെ ലയനക്കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. എന്നാൽ ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നീ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. പിന്നീട് അനുരഞ്ജനത്തിലൂടെയും സൈനിക നടപടിയിലൂടെയും രാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തു എന്നാണ് ഇവിടെ പറയുന്നത്. മറ്റൊന്ന്, മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്?
ഇന്ത്യൻ പ്രസിഡന്റ് 352 വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ 19 വകുപ്പ് പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ മരവിപ്പിക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമുണ്ട്, 6 വയസ്സിനും 14 വയസ്സിനിടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയും ചോദിക്കുന്നുണ്ട്. രണ്ട് നമുക്കിവിടെ കിട്ടും. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്ന് പറയുന്നതിൽ ഭരണഘടന നിലവിൽ വരുമ്പോൾ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശമായിരുന്നില്ല. 2010 86 ഭരണഘടനാ ഭേദഗതിയുടെ 6 മുതൽ 14 വയസ്സ് കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശം ഒരു മൗലികാവകാശമാക്കി മാറ്റി. ഇതിനായി 21A ഭരണവകുപ്പ് ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. അപ്പൊ ഇത് എല്ലാം ഒന്നും മനസ്സിലായി. അപ്പൊ അത് കട്ട് ചെയ്യാം. ബാക്കിയെല്ലാം ശരിയാണ്. ഇതും നമുക്ക് അവിടെ ഉത്തരം കിട്ടും. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഇവിടെ നിങ്ങൾ നോക്കുക, സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ കാലയളവിലാണ്. 1978 44 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശ പട്ടികയിൽ നീക്കം ചെയ്ത് നിലവിൽ ഭരണഘടന 300A വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോക്കുക, ഇന്ത്യൻ ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വന്നപ്പോൾ 7 മൗലികാവകാശങ്ങൾ പൗരന് ഉറപ്പു നൽകിയിരുന്നു. സ്വത്തവകാശം മൗലികാവകാശമായി 31 വകുപ്പിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇതനുസരിച്ച് നിയമാനുസൃതം സ്വത്ത് സമ്പാദിക്കുന്ന കൈവശം വെച്ച് അനുഭവിക്കാനുള്ള അവകാശം മൗലികാവകാശമായിരുന്നു. എന്നാൽ 1978 44 ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ ഒരു സാധാരണ അവകാശമാക്കി മാറ്റി ഇതിനായി 300A വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഒന്നും രണ്ടും. മറ്റേത് മൊറാർജി ദേശായിയുടെ കാലത്താണെന്ന് മനസ്സിലാക്കിയ അതിന് ഉത്തരം കിട്ടും. അതുപോലെ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനയും നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. അതിൽ 6 അംഗങ്ങൾ എന്നൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. അത് വിട്ടുപോയതാണ്. അടുത്തത് 1932 നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ആർക്കാണ്? ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്. നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു NV ജോസഫ്, PK കുഞ്ഞ്, CK കേശവൻ. NV ജോസഫ്, PK കുഞ്ഞ്, CK കേശവൻ. അതിലില്ലാത്തത് കേളപ്പൻ മാത്രമാണ്. അപ്പൊ നമുക്ക് ഉത്തരം അവിടെ കിട്ടും. ഏത് കോൺഗ്രസ് സമരത്തിന്റെ ഭാഗമായാണ് കേരളത്തിൽ ആദ്യ മഹിളാ സമ്മേളനം നടന്നത്? വടകരയാണ്. ഇതിൽ പറയുന്നു 1931 കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിന്റെ ഭാഗമായി മഹിളാ സമ്മേളനം ചേർന്നു. അത് കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനമായാണ് അറിയപ്പെടുന്നത്. ഇവിടെ നമുക്ക് ആൻസർ ആണ്. അടുത്തത് 1921 ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ബാരിസ്റ്റർ ടി പ്രകാശമായിരുന്നു ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അടുത്തത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? കൃത്യമായി പല ചാപ്റ്റേഴ്സിലും നമ്മുടെ പഴയ NCERT പറയുന്നുണ്ട്. അതുപോലെ സാക്ഷരതാ മിഷന്റെ പുസ്തകത്തിൽ പറയുന്നത് എല്ലാം പറയുന്നുണ്ട്. വാദിക്കാനും ജയിക്കാനും എല്ലാം അറിയാനും അറിയിക്കുവാനും എന്നത്. അതായത് ഈ ഒരു ഇതിൽ തന്നെ കൃത്യമായി പറയാനുണ്ട്. വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. അതുപോലെ മനുഷ്യസ്നേഹത്തിലും സർവമത സാഹോദര്യത്തിലും അധിഷ്ഠിത പ്രവർത്തനങ്ങൾ. ഇതോടെ കൃത്യമായി പറയുന്നുണ്ട്. സർവമത സാഹോദര്യത്തിനും ഇത് ഏറെ പ്രയത്നിച്ച് അദ്ദേഹം സർവമത സമ്മേളനത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, ആ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ മറ്റൊന്ന് നിങ്ങൾ നോക്കുക, ചാന്നാർ സ്ത്രീകളുടെ മാനവാവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾ പോരാട്ടം നടത്തി. ഇതിനെ തുടർന്നാണ് 1953 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് അനുവദിക്കാൻ ഉത്തരം തിരുനാൾ മഹാരാജാവ് നിർബന്ധിതനായി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ഉത്തരം നമുക്ക് കിട്ടിയ ബാക്കിയെല്ലാം കൃത്യമായിട്ട് തന്നെ കിട്ടും. അടുത്തത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു എന്നാണ്. ആരാണ്? കുമാരഗുരുദേവനാണ് സാമൂഹ്യ പരിഷ്കർത്താവ്. പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും അടിയിൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാരഗുരുദേവൻ പറയുന്നത്. ബാക്കി ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത വയനാട്ടിലെ കുറിച്യകലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതല്ല? നിങ്ങൾ നോക്കുക, ഇത് ഈ 4 എണ്ണം അങ്ങനെ തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. അതായത് ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചത്, നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഇത് 3 അങ്ങനെ തന്നെ ഈ കുറിച്യകലാപം എന്ന് പറയുന്ന ഡിഗ്രിയിൽ പറയുന്നത്. അപ്പൊ എല്ലാ ഉത്തരങ്ങളും ശരിയാണ്. തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഇതാ. തിരുവിതാംകൂർ 1865 പണ്ടാരപ്പാട്ടം, 1914 കൊച്ചിയിൽ കുടിയായ്മ നിയമം, 1929 മലബാർ കുടിയായ്മ നിയമം എന്നിങ്ങനെ പറയുന്നുണ്ട്. അടുത്ത കണ്ടൽക്കാടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ശരിയായി തിരഞ്ഞെടുക്കുക. ഏതാണ്? തീരപ്രദേശത്തെ മണ്ണ് പിടിച്ചു നിർത്തുന്നു, സുനാമിയെ തടയുന്നു, മത്സ്യസമ്പത്ത് കുറയാൻ കാരണമാകുന്നു. നമുക്ക് കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നതിൽ കൃത്യമായി പറയുന്നുണ്ട്. നദിമുകളും സമുദ്രതീരവും കരയടിച്ചിലിനെ ചെറുക്കുന്നത് കണ്ടൽക്കാടുകളാണ്. ഓക്കെ, കരയടിച്ചലിനെ ചെറുക്കുന്നു. പശ്ചിമബംഗാളിലെ കണ്ടൽക്കാടുകൾ കടുവയുടെ ആവാസ കേന്ദ്രമാണ്. വേരുപടലങ്ങൾ നിരവധി മത്സ്യ ഇനങ്ങളുടെ പ്രജനന കേന്ദ്രമാണ്. അപ്പോൾ ഇത് കുറയുന്നുള്ളത് നമുക്കിവിടെ തെറ്റാണ് എന്ന് കണ്ടെത്താൻ പറ്റും. ശരിയായത് 3 തെറ്റാണ് എന്ന് കണ്ടെത്തിയാൽ 3 പേരിന് ഇത് ഒഴിവാക്കാം. ഇത് ഒഴിവാക്കാം. മുകളിൽ കൊടുത്തവയെല്ലാം നോക്കാം. 1, 2 ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അതുപോലെ കണ്ടൽ വനങ്ങൾ സുനാമിയെ ഒരു പരിധിവരെ തടയുന്നു എന്ന് പറഞ്ഞ് ആ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും നമുക്കിവിടെ ഉത്തരമായിട്ട് കിട്ടും. അടുത്ത താഴെ പറയുന്നവയിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം.
അത് നമുക്ക് ബാക്കിയെല്ലാം അറിയാം. ഈ ഇലക്ട്രിസിറ്റി സമരം പറഞ്ഞ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നുണ്ട്. ദിവാനായ ഷൺമുഖം ചെട്ടി വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന ഇലക്ട്രിസിറ്റി സമരത്തോടെയാണ് കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത്. എന്നാൽ ഓക്കെ, അത് ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്. അടുത്ത കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. നമ്മുടെ തീരപ്രദേശം എന്ന് പറയുന്ന അല്ലെങ്കിൽ കായലുകൾ എന്ന് പറയുന്ന ഏരിയയിൽ കൃത്യമായി പറയുന്നുണ്ട് കിടക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നുണ്ട്. അടുത്ത മനുഷ്യന്റെ ലിംഫ് വ്യവസ്ഥയെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായത് കണ്ടുപിടിച്ച് എഴുതുക. ലിംഫും പ്രതിരോധവും എന്ന് പറയുന്ന ഒരു ഭാഗത്തും കൃത്യമായി അത് പറയുന്നുണ്ട്. എന്താണ് ലിംഫിന് എന്താണ് പ്രത്യേകിച്ച് രക്തത്തിലേക്ക് തന്നെ തിരിച്ചെടുക്കുന്നു, രക്തത്തിൽ രൂപം കൊള്ളുന്നു, രോഗാണുക്കളെ പ്രതിരോധിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അടുത്ത പുല്ല്, മാൻ, കടുവ, കഴുകൻ ഈ ഭക്ഷ്യ ശൃംഖലയിലെ തൃതീയ ഉപഭോക്താവാര്. ഇവിടെ ഒരു ബോക്സ് കണ്ട് ഇത് നിങ്ങൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ അതറിയാൻ പറ്റും. ഒന്നാമത്തെ പോഷണ തലം എന്ന് പറയുന്നത് എപ്പോഴും ഉൽപാദക സസ്യങ്ങളായിരിക്കും. അവിടെ നെൽച്ചെടി, പുൽച്ചാടി പോലുള്ള സമയം അല്ലെങ്കിൽ പുല്ല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സസ്യങ്ങളായിട്ടുള്ള ഉൽപാദകർ അവിടെ വരും. അതിന് മുകളിലാണ് പ്രാഥമിക ഉപഭോക്താക്കൾ വരുന്നത്. പ്രാഥമിക ഉപഭോക്താക്കൾ അതും സസ്യാഹാരികളായിരിക്കും. ഇവിടെ മാൻ എന്ന് പറയുന്നത് സസ്യാഹാരിയാണ്. പിന്നെ മൂന്നാമത്തെ പ്രശ്നമാണ് ദ്വിതീയ ഉപഭോക്താക്കൾ, മാംസാഹാരികൾ. അതായത് മാന്യം തിന്നുന്നത് കടുവയാണ്. കടുവ എന്നാലോ സസ്യങ്ങൾ കഴിക്കില്ല. അത് മാംസാഹാരികളാണ്. എന്നാൽ നാലാമത്തെ തലമാണ് തൃതീയ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. അവിടെ മാംസാഹാരികളെയും ഭക്ഷിക്കുന്നതാണ്. അതായത് മാംസാഹാരികൾ ആരാണോ അവരെ ഭക്ഷിക്കുന്ന ആളുകളാണ് മൂന്നാമത്തെ. അവിടെയാണ് നമുക്ക് കഴുകനെ കിട്ടുന്നത്. അടുത്തത് വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡാറ്റാ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന. റെഡ് ഡാറ്റാ ബുക്ക് എന്ന് പറഞ്ഞ് കൃത്യമായ ഒരു ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വിവിധ രാജ്യങ്ങളായി പ്രവർത്തിച്ചിരുന്ന പരിസ്ഥിതി സംഘടനയാണ് IUCN എന്ന് പറഞ്ഞിട്ട്. അതിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഇവയിൽ ഏതാണ്? നമ്മുടെ ബോക്സിൽ ഇതാ വിജാഗിരി സന്ധി, കൈമുട്ട്, കാൽമുട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഉത്തരം അവിടെ നമുക്ക് കിട്ടും. പിന്നെ താഴെ കൊടുത്തിരിക്കുന്നതിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തവ ഏതൊക്കെ? പകരുന്ന രീതികൾ, പരക്കുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞ് കൃത്യമായി വായുവിലൂടെ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ജലദോഷം, ചിക്കൻ ബോക്സ്, മിസിൽസ്, ക്ഷയം. രോഗങ്ങളില്ലാത്ത ഇതുപോലെ ജലദോഷം നമുക്ക് ഇവിടെ ഉണ്ട്, അങ്ങനെ പലതും. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക, ഈച്ച മുഖേന കോളറ, അതുപോലെ എന്താണ് ഇവിടെ ടൈഫോയിഡ് വരുന്നത്. എവിടെയാണ് ടൈഫോയിഡ് വരുന്നത്? വെള്ളം, ആഹാരം എന്നിവയിലൂടെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് ഒന്ന് പഠിച്ച ഒരാൾക്ക് ഈ ഒരു എക്സാം ഈസി ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ഈസി ആയിരിക്കും. അതുപോലെ മഴക്കാലത്ത് വ്യാപകമായ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ഫലപ്രദമായ മാർഗം തിരഞ്ഞെടുക്കുക. അതിൽ ഡ്രൈ ഡേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ പറയുന്ന എല്ലാം വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക, കെട്ടിടങ്ങൾക്ക് ചുറ്റുമുള്ള പാഴ്ചെടികളും മാലിന്യങ്ങളും നീക്കം ചെയ്യുക, ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഇതിൽ പറയുന്നുണ്ട് എന്താണ് ടെറസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ കിട്ടുന്ന ജലം ആഴ്ചയിൽ ഒരിക്കൽ ഒഴിവാക്കുന്നതാണ് ഡ്രൈ ഡേ ആചരണം. പറക്കുഴയുടെ ചുറ്റുമുള്ള പുല്ല്, പാഴ്ചെടികൾ വെട്ടി വൃത്തിയാക്കൽ, റോഡുകൾ ശുചീകരിക്കൽ എന്നിങ്ങനെയുള്ള കൊതുക് പ്രതിരോധ മാർഗങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അടുത്ത താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോൾഡ് ഫൈ, റുദർഫോർഡിന്റെ സൗരയൂഥ മാതൃക എന്നും ഏണസ്റ്റ് റുദർഫോർഡ് എന്ന് പറയുന്ന വ്യക്തിയെ കൃത്യമായി ഇവിടെ പറയുന്നുണ്ട്. അതിൽ ഇതൊക്കെ കൃത്യമായിട്ട് അങ്ങനെ തന്നെ കാണിച്ചിട്ടുണ്ട്. അടുത്ത താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? 17ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലജനുകൾ. ഇതാ ഗ്രൂപ്പ് നമ്പർ മൂലകങ്ങളെ കൃത്യമായി പറയുന്നുണ്ട്. ഇതാ 17ാം നമ്പർ ഹാലജനുകളാണ്. 14ാം ഗ്രൂപ്പ് മൂലകം സംക്രമണം. ഇവിടെ 14ാം ഗ്രൂപ്പ് ഏതാണ്? കാർബൺ കുടുംബമാണ്. സംക്രമണ മൂലകങ്ങളെ സംക്രമണം 3 മുതൽ 12 വരെയാണ്. അത് തെറ്റാണ്. അതുപോലെ തന്നെ എന്താണ് ഹെൻറി മോസ്ലി തന്റെ പരീക്ഷണത്തിലൂടെ മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ അറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അറ്റോമിക നമ്പർ കൂടിയുന്ന ക്രമത്തിൽ മൂലകങ്ങൾ ടേബിൾ ഏർപ്പെടുത്തി. മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നും ഇത് അറിയപ്പെടുന്നു. അതിന്റെ ആരാണ്? പിന്നെ ഹെൻറി മോസ്ലി ആണ്. ത്രികങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൊബറൈനർ ആണ്. ഡൊബറൈനറാണ് ത്രികങ്ങൾ. എന്നാൽ ഇവിടെ പറയുന്ന ആരെയാണ്? മെന്റലീഫ് ആണ്. തെറ്റാണ്. അപ്പോൾ ഈ ഒരു ഉത്തരം നമുക്ക് ഇവിടെ കിട്ടും. താഴെ പറയുന്നതിൽ കത്തുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ഇന്ധനമായി എന്ന് പറയുന്നുണ്ട്. ഹൈഡ്രജൻ കത്തുന്ന വാതകമാണ് എന്ന് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. മറ്റൊന്ന് താഴെ തന്നിരിക്കുന്നതിൽ മാസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് കോമൺ ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്നു. സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്ന യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഇവിടെ നോക്കുക, വസ്തുവിന്റെ ഭാഗത്ത്, അതായത് ഒരു വസ്തുവിനെ ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന വസ്തുവിന്, അതുകൊണ്ട് യൂണിറ്റ് ന്യൂട്ടൺ ആയിരിക്കും. യൂണിറ്റ് ന്യൂട്ടൺ ആയിരിക്കും എന്ന് പറയുന്നത് യൂണിറ്റ് ന്യൂട്ടൺ ആണ്. തെറ്റായ പ്രസ്താവനകളാണ് നമുക്ക് കാണും. ന്യൂട്ടൺ ആണ്. അതുപോലെ മാസ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സാധാരണ ത്രാസ്, കോമൺ ബ്ലാസ്. ഭാരം അളക്കുന്നതിന് സ്പ്രിംഗ് ത്രാസ് ഉപയോഗിക്കും. സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്നു. മാസ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സാധാരണ ത്രാസ്. അതുപോലെ കോമൺ ബാലൻസ്. ഭാരം അളക്കുന്നതിന് സ്പ്രിംഗ് ത്രാസും ഉപയോഗിക്കുന്നു. അത് ഇവിടെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. അത് വൈദ്യുത മോട്ടോറിലെ ഊർജ്ജമാറ്റം എന്ന് പറയുന്നതാണ്. അത് ഉപകരണം ഊർജ്ജ പരിവർത്തനം എന്നതിൽ കൃത്യമായിട്ട് അത് പഠിക്കുന്നുണ്ട്. പിന്നെ പ്രവൃത്തിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ജെയിംസ് പ്രസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നതിൽ കൃത്യമായി പറയുന്നുണ്ട്. പ്രവൃത്തി, ഊർജ്ജം എന്നിവയുടെ യൂണിറ്റ് ജൂൾ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു.
അടുത്ത താഴെ തന്നിരിക്കുന്നതിൽ അയിരിന്റെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്തത്. ഉൽപ്പദനം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് കൃത്യമായി അറിയാൻ പറ്റും. അതായത് ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറും. ഈ പ്രക്രിയയാണ് ഉത്പാദനം അഥവാ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. പിന്നെ പ്രകൃതിദത്ത പോളിമറായ റബ്ബറിന്റെ മോണോമർ ഏതാണ്? റബ്ബർ എന്ന് പറയുന്നതിൽ കൃത്യമായി പറയുന്നുണ്ട്, റബ്ബർ ഐസോപ്രീൻ എന്ന മോണോമർ തന്മാത്രകൾ ചേർന്നുണ്ടായ പോളിമറാണ് റബ്ബർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെയും ഉത്തരം കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വളരെ പ്രധാനമായി ഏകദേശം 45 മുകളിൽ ചോദ്യങ്ങൾ, 45+ ചോദ്യങ്ങൾ നമ്മുടെ SCRT നിന്ന് മാത്രമായിട്ട്. SCRT മാത്രമല്ല, SCRT ഉണ്ട്, പഴയതും പുതിയതായ SCRT, പിന്നെ സാക്ഷരതാ മിഷന്റെ പുസ്തകം, സാക്ഷരതാ പുസ്തകത്തിലൊക്കെ കൂടി നമ്മൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വളരെ ഈസി ആയിട്ട് ഈ ഒരു എക്സാം ക്ലാക്ക് ചെയ്യാം. ഇനി വരുന്ന കമ്പനി ബോർഡ് LGSനും ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു പാഠപുസ്തകത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. പഴയതും പുതിയതുമായ SCRT, സാക്ഷരതാ മിഷന്റെ പുസ്തകം ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏകദേശം 40+ മാർക്ക് നമുക്ക് ഈ ഒരു ഏരിയയിലൂടെ തന്നെ കവർ ചെയ്ത് പോകാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ച് മുന്നോട്ട് പോയാൽ മതിയാകും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ്. കൃത്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. പാഠപുസ്തകത്തിന്റെ പ്രാധാന്യം മനസ്സിലായി എന്ന് കരുതുന്നു. കൃത്യമായി പാഠപുസ്തകത്തെ വിലയിരുത്തി തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.